ഗ്രാമത്തിൽ പ്രചരണത്തിന്റെ ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. അതിന് നമ്മുടെ നാട്ടിലൊരു കുട്ടിക്ക് A ഗ്രേഡ് കിട്ടി എന്നുള്ളത് വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതിന് അനുമോദനം അറിയിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചവിട്ട് നാടകം ചുവടുകൾ കൊണ്ട് നമ്മളായിട്ട് ചുവടുകൾ കൊണ്ടാണ് ശരിക്കും അഭിനയിക്കുന്നതാണ്. നമ്മുടെ ചുവടുകൾ കൊണ്ട് ശബ്ദങ്ങളിലൂടെ നമ്മളെ എന്താണ് ആ കലാപരമായ കാര്യം ഉദ്ദേശിക്കുന്നത് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഫിസിക്കലി വളരെയധികം എന്താ പറയാ വളരെയധികം മികവ് പുലർത്തേണ്ട ഒരു കലയാണെന്ന് കരുതുന്നു. കാരണം ഒരേ താളത്തിൽ വേദികളിൽ എല്ലാവരും ചുവടുകൾ വെച്ചുകൊണ്ടാണ് ഈ കല അരങ്ങേറുന്നത്. അപ്പോൾ നമ്മൾ ആ കലയിൽ ഇത്രയൊരു മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ വളരെ നല്ല കാര്യമാണ്. പിന്നെ കലാപരമായ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ വേണ്ടി വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും എന്താ പറയാ ചുരുട്ടിക്കുട്ടി വെക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് ഞാനൊക്കെ ജീവിക്കുന്നത്. എന്റെയൊക്കെ എഴുത്തുകളിൽ ഒരുപാട് വിയോജിപ്പുകളായിട്ട് വിമർശനങ്ങളാണ് ഏറ്റുമാറിയിട്ടുണ്ട്. കാരണം തെറിവെച്ചിട്ടുള്ള എത്രയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു കലാകാരൻ അല്ലെ എഴുത്തുകാരനും കലാകാരനാണ്. ഞാൻ ഒരു 5ഓളം കവിതകൾ സംഗീതം ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയോ തവണ താളത്തിനനുസരിച്ച് ഞാൻ വരികൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരന്റെ മനസ്സിലും താളം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ സംഗീതം ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മുടെ ഒരു കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കുട്ടികൾ കൂടി ഉള്ളതെന്ന് പറയാണ്, പുതിയ എഴുത്തുകാർക്ക് കുട്ടികളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള വിയോജിപ്പുകൾക്കെതിരെ അത് നമ്മൾ തുറന്നു പറയുകയെന്നുള്ളതാണ്. നമ്മൾക്ക് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ഞാൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും കാലിക പ്രസക്താന്വേഷണങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടിയാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ നാളെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് സമൂഹത്തിന് ഉപയോഗപ്രദമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതാണ് ഒരു കലാകാരന്റെ ഒരു അടയാളപ്പെടുത്തലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എഴുതി വെച്ചതിൽ എന്തെങ്കിലും സമൂഹത്തിന് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ നാളുകളിൽ അത് ആർക്കെങ്കിലും ഒരു സഹായമായി തീരുന്നുണ്ട്. അതാണ് ഒരു എഴുത്തുകാരൻ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്മാർ. അല്ലെങ്കിൽ ആ എഴുത്തുകാർ നമുക്ക് ഒന്നുമില്ല. ഒരു അവാർഡ് നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അവാർഡ് കൊണ്ട് എന്താ കാര്യമുള്ളത്? സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത എത്രയോ അവാർഡുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ അഖിൽ പി ധർമ്മജിന്റെ ഒരു പുസ്തകമുണ്ട്. പക്ഷെ അതിന് ജനം സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം MP യുടെ പുസ്തകങ്ങൾക്ക് ജനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് സമൂഹത്തിന് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ആ എഴുത്തുകളെ മാറ്റുമ്പോൾ മാത്രമേ ആ സമൂഹം നമ്മളെ അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മളെ മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മൾക്ക് എതിർപ്പുകൾ എപ്പോഴും ഉണ്ടാവും. നമുക്ക് വഴികാട്ടിയാവുക, ആളുകളുടെ ജീവിതങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പരിപാടികൾ പങ്കെടുത്ത് നമുക്കിപ്പോ പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ മുതിർന്നവരുടെ ഇടക്കമുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കലയിൽ നിന്നൊരു പ്രതിഫലം കിട്ടി തുടങ്ങുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായ കാര്യമാണ്. ഞാൻ അഭിനയത്തെ പ്രണയിക്കുന്ന ഒരാളായതുകൊണ്ട് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഞാൻ അഭിനയത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. പലർക്കും അറിയില്ല. നമ്മള് കലയിലൂടെ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് മാതൃഭൂമി നിരന്തരമായ പരിപാടികൾ സംസാരിച്ച ശേഷമാണ് മാതൃഭൂമി എനിക്ക് വേദിയിൽ ഒരു അവസരം കിട്ടുന്നത്. നമ്മുടെ നാളെ പുസ്തകം ആൾക്കാർ വായിക്കുമ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റൂല. ഒന്നും ആൾക്കാർ സ്വീകരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റൂല. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കലയിൽ എന്താണ് ഒരു സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ പറ്റുമ്പോൾ അപ്പോഴാണ് ഒരു കല ജനമനസ്സുകൊണ്ട് ജീവിക്കുന്നത്. എത്രയും നമുക്ക് ഇതിനെ പറ്റിയൊക്കെ പറയാനുള്ളൂ. കുറേ ആൾക്കാർ എന്നെക്കാൾ സീനിയറായ ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ കലാപരമായ പരിപാടി ആയതുകൊണ്ട് മക്ബർക്കാടിന് ഇഷ്ടമുള്ള ഒരു കവിതയിലെ വരികൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആർദ്രമേ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നെയ്യങ്ങളയത്തു തന്നെ നിൽപ്പൂ, കാലമിനിയൂരുടും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം.